ബംഗ്ലാദേശിൽ അഗാധമായിട്ടുള്ള അരക്ഷിതാവസ്ഥയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രധാനമായും ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ. ന്യൂനപക്ഷങ്ങൾക്ക് ബംഗ്ലാദേശിൽ യാതൊരുവിധ സുരക്ഷയോ സംരക്ഷണമോ ഇല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ന്യൂനപക്ഷങ്ങൾ ആ തിരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ അകലെയുള്ള രാജ്ഷാനി നഗരത്തിലെ ഒരു ഹിന്ദു അധ്യാപകനായിട്ടുള്ള സുകുമാർ പ്രമാണിക് എന്ന് പറയുന്ന ഒരു വ്യക്തി നൽകിയ ബൈറ്റിൽ അദ്ദേഹം പറയുന്നത് രാജ്യത്തിന്റെ വരാനിരിക്കുന്ന ദേശീയ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള തന്റെ വിശ്വാസത്തിന്റെ അവസാന പരീക്ഷണമായിരിക്കും എന്നുള്ളതാണ്. ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ ചരിത്രത്തിലുടനീളം വർഗീയ രാഷ്ട്രീയ ആക്രമണങ്ങൾ കുതിച്ചുയർന്നിട്ടുണ്ട്. കടുത്ത രാഷ്ട്രീയ മത്സരത്തിനും സാമൂഹിക സംഘർഷത്തിനുമിടയിൽ മതന്യൂനപക്ഷങ്ങൾ പലപ്പോഴും അതിന്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ 2024 ഓഗസ്റ്റ് മുതൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണം അവസാനിച്ചതിനു ശേഷം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ഉപരോധത്തിലാണെന്ന് തോന്നുന്നു. അവരുടെ സ്വത്തുക്കൾക്ക് നേരെ ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ ഉണ്ടാവുന്നു, തീവയ്പ്പുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിക്ക സംഭവങ്ങളും മതപരമായിട്ടുള്ള വിദ്വേഷത്താൽ പ്രചോദിതമല്ലെന്ന് സർക്കാർ വാദിക്കുന്നുണ്ടെങ്കിലും ഫെബ്രുവരി 12 തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂനപക്ഷ സമുദായങ്ങളിലേക്ക് എത്തിച്ചേരാൻ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിട്ടും ആ പശ്ചാത്തലം ഭയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിന് മുമ്പും ശേഷവും ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് പ്രധാന പാർട്ടി നേതാക്കന്മാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പ്രാമാണിക് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരിലുള്ള വിശ്വാസം കുറവാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹസീനെ പുറത്താക്കിയ 2024 ഓഗസ്റ്റിലെ പ്രക്ഷോഭത്തിന് ശേഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജനക്കൂട്ടം ഹിന്ദു സമൂഹത്തെ ലക്ഷ്യം വെക്കുന്നു. അവരുടെ അംഗങ്ങളിൽ പലരും ചരിത്രപരമായ ഹസീനയുടെ അവാമി ലീഗിന് വോട്ട് ചെയ്തിരുന്നു. ദീർഘകാലമായി അവർ ഒരു മതേതര മേലങ്കി അവകാശപ്പെടാൻ ശ്രമിച്ചിരുന്നു. അധികാരത്തിലുള്ള വർഷങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തടയുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്നും ഭയപ്പെടുത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നും വിമർശകർ ആരോപിക്കുന്നുണ്ട്. രാജ്ഷാഹിയിലെ വിദ്യാധർപൂരിൽ തന്റെ ഗ്രാമത്തിൽ നിന്നുള്ള ജനക്കൂട്ടം ഹിന്ദു സമൂഹത്തെ ആക്രമിച്ചു. അദ്ദേഹത്തെ മർദ്ദിക്കുകയും കൈയൊടിക്കുകയും ചെയ്തുവെന്നും പ്രാമാണിക് പറയുന്നു. അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ആവശ്യമായി വന്നു. ദിവസങ്ങളോളം ആശുപത്രിയിൽ കടന്നു. എന്നെ അറിയാമെന്നും ആക്രമിക്കില്ലെന്നും വിശ്വസിച്ചാണ് ഞാൻ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നിന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അവർ എന്റെ കൈയൊടിച്ചു, പക്ഷെ അതിലുപരി അവർ എന്റെ ഹൃദയവും വിശ്വാസവും തകർത്തു. ഇതുപോലൊന്നും ഞാൻ മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ഹിന്ദുവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.